2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച ഫോമിലാണ് ഇപ്പോൾ രോഹിത് ശർമ്മ. 10 കളികളിൽ 32.56 ബാറ്റിംഗ് ശരാശരിയിൽ 293 റൺസാണ് ഇതുവരെ രോഹിത് നേടിയത്. 3 അർദ്ധ സെഞ്ചുറികളും താരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. രോഹിത് നൽകുന്ന മികച്ച തുടക്കങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ കുതിപ്പിൽ നിർണായകമാകുന്നുണ്ട്. ബാറ്റിംഗിൽ ടീമിന്റെ പ്രധാനിയായിരുന്ന രോഹിത് ശർമ്മ പൊതുവെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ടീമിലെ ഏറ്റവും സീനിയർ താരമായിരുന്നിട്ടും രോഹിത് ശർമ്മയെ ഫീൽഡിംഗിൽ ഇറക്കാത്തത് ആരാധകരുടെ നെറ്റി ചുളിപ്പിച്ചിരുന്നു. 2025 സീസൺ IPL അവസാന ഘട്ടത്തിൽ എടുക്കുന്ന സാഹചര്യത്തിൽ രോഹിത് ശർമ്മയെ ഫീൽഡിംഗിൽ ഇറക്കാതെ ഇമ്പാക്ട് പ്ലെയറായി മാത്രം കളിപ്പിക്കുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മഹേല ജയവർദ്ധനെ. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ കളിക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് പരിശീലകന്റെ വെളിപ്പെടുത്തൽ വന്നത്. പരിക്കിന്റെ ചെറിയ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് രോഹിത് ശർമ്മയെ ഇമ്പാക്ട് പ്ലെയറായി മുംബൈ ഇന്ത്യൻസ് കളിപ്പിക്കുന്നത് എന്നാണ് മഹേല ജയവർദ്ധൻ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി മുതൽ രോഹിത്തിന് അസ്വസ്ഥതയുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പരിശീലകൻ വ്യക്തമാക്കുന്നുണ്ട്. രോഹിത്തിന്റെ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും രോഹിത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇറങ്ങുക. IPL 20 തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ ക്രിക്കറ്ററാണ് രോഹിത് ശർമ്മ. മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഈ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ നടക്കുന്ന IPL 2025 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിലാണ് രോഹിത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. 76 റൺസാണ് ഈ മത്സരത്തിൽ രോഹിത് നേടിയത്. ഈ സീസണിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവ് പ്രകടനം കൂടിയായിരുന്നു ഇത്. ക്യാപ്റ്റനും കളിക്കാരനുമായി ഏറ്റവും കൂടുതൽ തവണ IPL കിരീടങ്ങൾ നേടിയിട്ടുള്ളതും രോഹിത് ശർമ്മയാണ്. മുംബൈ ഇന്ത്യൻസിനെ 5 IPL കിരീടങ്ങളിലേക്ക് നയിച്ച നായകൻ എന്നതിനൊപ്പം തന്നെ ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം IPL കിരീടം നേടിയ പ്ലെയർ കൂടിയാണ് രോഹിത്. കളിക്കാരനായും ക്യാപ്റ്റനായും 6 IPL കിരീടങ്ങൾ രോഹിത് ശർമ്മ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ റെക്കോർഡിൽ അമ്പാട്ടി റൈഡു മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത്. മാത്രമല്ല IPL ചരിത്രത്തിൽ ഫൈനലിൽ 2 അർദ്ധ സെഞ്ചുറികൾ നേടിയ ഏക ക്യാപ്റ്റനും രോഹിത് ശർമ്മ തന്നെയാണ്. 2015 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 26 പന്തിൽ 50 റൺസ് അടിച്ച് രോഹിത് ശർമ്മ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. 2020 ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ഫൈനലിൽ 51 പന്തിൽ 68 റൺസ് മുംബൈക്ക് മറ്റൊരു IPL കിരീടം കൂടി രോഹിത് നേടുകയും ചെയ്തു. IPL 2025 സീസണിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. 11 കളികളിൽ നിന്ന് 14 പോയിന്റാണ് ടീമിന്റെ സമ്പാദ്യം. 7 കളികളിൽ വിജയിച്ച മുംബൈ ഇന്ത്യൻസ് 4 മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക. ശേഷിക്കുന്ന 3 കളികളിൽ 2 വിജയിക്കാൻ കഴിഞ്ഞാൽ മറ്റു മത്സരഫലങ്ങളെ ഒന്നും തന്നെ ആശ്രയിക്കാതെ പ്ലേ ഓഫ് കാണാൻ മുംബൈക്കാകും. നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് IPL പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത്. 16 പോയിന്റാണ് RCBക്കുള്ളത്. 11 കളികളിൽ 15 പോയിന്റുമായി പഞ്ചാബ് കിങ്സ് ആണ് രണ്ടാമത്. സീസണിന്റെ തുടക്കത്തിൽ ആദ്യ 5 മത്സരങ്ങളിൽ 4ലും പരാജയപ്പെട്ട മുംബൈയാണ് പിന്നീട് നടന്ന 6 മത്സരങ്ങളിലും തുടർച്ചയായി ജയിച്ചത്. അതും മുംബൈ ഇന്ത്യൻസ് IPL ചരിത്രത്തിൽ 2-ാം തവണയാണ് ഇത്തരത്തിൽ തുടർച്ചയായി 6 മത്സരങ്ങൾ വിജയിക്കുന്നത്. 2008 ഇതിനു മുൻപ് ടീം 6 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിട്ടുള്ളത്. താരലേല സമയത്തും പേഴ്സ് ബാലൻസ് കുറവുള്ള ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. ലേലത്തിന് മുന്നോടിയായി 5 കളിക്കാരെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിലനിർത്തി. ബുംറയായിരുന്നു നിലനിർത്തിയവരിൽ ഏറ്റവും വില കൂടിയ താരം. 18 കോടി രൂപയ്ക്കാണ് മുംബൈ ബുംറയെ നിലനിർത്തിയത്. സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ എന്നിവരെ 16.3 കോടി രൂപയ്ക്ക് നിലനിർത്തി. തിലക് വർമ്മയെ മുംബൈ റിട്ടൈൻ ചെയ്യാൻ 8 കോടി രൂപയും നൽകി. IPL മെഗാലേലത്തിന് 45 കോടി രൂപയായിരുന്നു മുംബൈ ഇന്ത്യൻസിന് പേഴ്സ് ബാലൻസ് ഉണ്ടായിരുന്നത്. താരങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ മോശമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും ചരിത്രം മാറ്റി എഴുതപ്പെടുകയായിരുന്നു.